മാർച്ച് 20 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ കത്ബർട്ട്, വിശുദ്ധ ബെനിയൂസ്, വിശുദ്ധ അനസ്റ്റാസിയൂസ്, വിശുദ്ധ ആർച്ചിപ്പൂസ്, വിശുദ്ധ പോത്തിന, വിശുദ്ധ പോട്ടിന. വിശുദ്ധ ബെഡയുടെ വിവരണമനുസരിച്ച് ദാവീദിനെ പോലെ വിശുദ്ധ കത്ബർട്ടും ഒരാട്ടിടയനായിരുന്നു. സ്കോട്ട്ലൻഡിന്റെ താഴ്വാര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന കെൻസ്വിത്ത് എന്ന പേരായ ഒരു വിധവയാണ് വിശുദ്ധനെ പരിപാലിച്ചിരുന്നത്. വിശുദ്ധ കത്ബർട്ടിന് 15 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. അതിൽ വിശുദ്ധ ഐഡേനയെ മാലാഖമാർ സ്വർഗത്തിലേക്ക് നയിക്കുന്നതായാണ് വിശുദ്ധൻ കണ്ടത്. പിന്നീട് യുവാവായിരിക്കെ തന്നെ അദ്ദേഹം ട്വീഡ് നദിക്കരയിലുള്ള വിശുദ്ധ ഈറ്റായുടെ കീഴിലുള്ള മെൽറോസ് ആശ്രമത്തിലെ സന്യാസിയായി തീർന്നു. അവിടുത്തെ പ്രയോറായിരുന്ന വിശുദ്ധ ബോയ്സിൽ നിന്നാണ് വിശുദ്ധന് സന്യാസ ജീവിത രീതികളും വിശേഷങ്ങളും ആർജിച്ചെടുക്കാൻ കഴിഞ്ഞത്. ബോയ്സിലിന് പ്ലേഗ് പിടിപെട്ടപ്പോൾ വിശുദ്ധ കത്ബർട്ടാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത്. 13ാമത്തെ നൂറ്റാണ്ടിൽ വിശുദ്ധൻ ബോയ്സിലിന് സുവിശേഷങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പുസ്തകം വിശുദ്ധ കത്ബർട്ടിന്റെ തിരുനാൾ ആഘോഷവേളയിൽ ദുർഹാമിലെ കത്തീഡ്രലിന്റെ അൾത്താരിൽ സൂക്ഷിക്കുവാൻ തുടങ്ങി. ബോയ്സിലിന്റെ മരണത്തെ തുടർന്ന് 664 കത്ബർട്ട് മെൽറോസ് ആശ്രമത്തിലെ പ്രയോറായി. ലിൻഡിസ്ബർണയിലെ പ്രയോറായി തീർന്ന വിശുദ്ധൻ നോർത്തംബർലാൻഡ്സ്, ദുർഹാം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കിടയിലേക്കും തൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചു. പിന്നീട് വിശുദ്ധൻ ലിൻഡിസ്ബർണയിലെ ആശ്രമാധിപതിയായി നിയമിതനായി. സകല ചരാചരങ്ങളോടും വളരെ സ്നേഹപൂർവ്വമാണ് വിശുദ്ധൻ പെരുമാറിയിരുന്നത്. പാറകളോടും കടലിനോടും വിശുദ്ധന് സ്നേഹമായിരുന്നു. പക്ഷികളും മൃഗങ്ങളും വിശുദ്ധന്റെ വെളിപ്പുറത്തെത്തുമായിരുന്നു. അധികം താമസിയാതെ അദ്ദേഹത്തിന് മാരകമായ പ്ലേഗ് അസുഖം പിടിപെട്ടു. അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും തന്റെ പഴയ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. 676 തുടക്കം വരെ വിശുദ്ധൻ ഫാർണേ ദ്വീപിൽ വളരെ കഠിനമായ ഏകാന്തവാസമായിരുന്നു നയിച്ചു വന്നിരുന്നത്. ഇക്കാലയളവിൽ മാലാഖമാരാണ് വിശുദ്ധനെ പോറ്റിയിരുന്നു എന്നതൊരു വിശ്വാസവും നിലവിലുണ്ട്. നോർത്തംബർലാൻഡിലെ രാജാവിന്റെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് വിശുദ്ധൻ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പോലും 684 ടെക്ലക്സ് ഹാമിലെ മെത്രാനായി അഭിഷിക്തനായി. എന്നാൽ 685 ഈറ്റായും ലിൻഡിസ്ബർണയും പരസ്പരം കൈമാറിക്കൊണ്ട് 685 ഈസ്റ്റർ ഞായറാഴ്ച വിശുദ്ധൻ തനിക്കിഷ്ടപ്പെട്ട ലിൻഡിസ്ബർണെ സഭയിലെ മെത്രാനായി. ഈ പദവിയിൽ വിശുദ്ധൻ 2 വർഷത്തോളം തുടർന്നു. ഇക്കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ച നിരവധി അത്ഭുത പ്രവർത്തനങ്ങളാൽ അദ്ദേഹത്തെ ബ്രിട്ടനിന്റെ അത്ഭുത പ്രവർത്തകൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. വിശുദ്ധനെ കുറിച്ച് പ്രകാരം ഒരു ഐതിഹ്യവും ഉണ്ട്. വിശുദ്ധ ബെഡെ വിവരിക്കുന്നു: ഒരിക്കൽ അസമയത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്ന വിശുദ്ധൻ വഴിതെറ്റിയൊരു ഗ്രാമത്തിലെത്തി. അവിടെ കണ്ട ഒരു വീട്ടിലെ സ്ത്രീയോട് വിശുദ്ധൻ തനിക്ക് പകരം തന്റെ കുതിരയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകുവാൻ അപേക്ഷിച്ചു. ഒരു ദൈവഭക്തയായിരുന്ന സ്ത്രീ കുതിരയ്ക്ക് ഭക്ഷണം നൽകിയതിനു ശേഷം വിശുദ്ധനോട് എന്തെങ്കിലും കഴിക്കുവാൻ നിർബന്ധിക്കുകയും ഇവിടം വിട്ടാൽ പിന്നെ ജനവാസമുള്ള സ്ഥലം കുറവാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഉപവാസത്തിലായിരുന്ന വിശുദ്ധൻ അതിന് തയ്യാറായില്ല. തന്റെ യാത്ര തുടർന്ന വിശുദ്ധൻ സന്ധ്യ കഴിഞ്ഞപ്പോൾ താൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുവാൻ കഴിയാതെയായപ്പോൾ രാത്രി തങ്ങുവാൻ ഒരു സ്ഥലവും കാണാതെ ഉഴങ്ങി. അവസാനം ആട്ടിടയന്മാർ ഉപേക്ഷിച്ച ഒരു ചെറുകുടലിൽ കണ്ട വിശുദ്ധൻ അവിടെ തങ്ങുകയും കാറ്റത്ത് ചിതറിക്കിടക്കുന്ന കുറച്ച് വൈക്കോൽ തന്റെ കുതിരയ്ക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷം വിശന്നു പറഞ്ഞ വിശുദ്ധൻ തന്റെ പതിവ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുതിര വീടിന്റെ മേച്ചിൽ വലിച്ചു നിലത്തിട്ടു. അതിലൊരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ നിലയിൽ അപ്പോഴും ചൂടാറാത്ത ഭക്ഷണം വിശുദ്ധൻ അമ്പരന്നു. ഒരു പകുതി സ്വയം ഭക്ഷിക്കുകയും മറ്റേ പകുതി കുതിരയ്ക്ക് കൊടുക്കുകയും ചെയ്തു. വീണ്ടും രോഗബാധിതനായ വിശുദ്ധൻ തന്റെ പദവി ഉപേക്ഷിച്ചതിനു ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. മാത്രമല്ല ആരെയും തന്നെ ശുശ്രൂഷിക്കുവാൻ അനുവദിക്കാതെ തന്റെ സഹനങ്ങൾ സ്വയം സഹിച്ചു. 687 മാർച്ച് 20 ഇന്നർഫർണയിൽ വെച്ച് അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായി. വിശുദ്ധന്റെ മരണവാർത്ത കാട്ടുതീ പോലെ പരന്നു. ലിൻഡിസ്ബർണയിലെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. അദ്ദേഹത്തെ ലിൻഡിസ്ബർണയിലാണ് അടക്കം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ നൂറ്റാണ്ടുകളോളം അഴുകാതെ കിടന്നു. പിന്നീട് വൈക്കിങ്ങുകളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ പല സന്യാസിമാരിലുമായി ചിന്നിച്ചിതറി. പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷം 1104 അവ ദുർഗം കത്തീഡ്രലിലേക്ക് മാറ്റി. അവിടെയുള്ള ദേവാലയം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രമായി മാറി.